ഗുഡ് മോർണിംഗ്. ഗൂഗിൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ രാവിലെ ഗോതമ്പടയും ശാമ്പൂയ്ക്ക് ഗോതമ്പടയെന്ന് പറയുമ്പോൾ തന്നെ മോഹൻ ചിലപ്പം ചുളിയുമായിരിക്കും. പിന്നെ നാരായണിക്ക് ചോറിന് കൊണ്ടുപോകാനായിട്ട് ചെറുപയർ തോരൻ, സമയത്ത് നാരായണി എണീറ്റ് ശാമ്പവി എണീറ്റില്ല. അതിന് എണീക്കണം വലിയൊരു പണിയാണ്. അത് പയറ് തോരൻ, ചെറുപയർ തോരൻ. ബീൻസാണോ? ചെറുപയർ ബീൻസാണോ ഇടി പെണ്ണേ? എന്നാ ഇത് കഴിക്കുക, മറ്റത് ചൂടാ. കടിച്ച് തിന്നു. ഓ പഞ്ചസാര അല്ല, അത് ഞാൻ ശർക്കര ആവശ്യത്തിനിട്ടതാ. ചുമ്മാ കഴിച്ചു. നല്ല മധുരമുണ്ട്. ആരാ ഉണ്ടാക്കിയേ? ആരുണ്ടാക്കി? അമ്മ. പിന്നെ ജനത്തിന് ആരാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചേ? അമ്മ. അപ്പല്ലേ അതാ പട്ടിയുടെ അടുത്തുണ്ട്. കോഴിയുടെ അടുത്ത്. കുഞ്ഞുങ്ങളില്ലേ, അവർക്ക് തീറ്റ. പുതിയ കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോയതാ. ഞാൻ അക്ഷയെ കാണും, അവിടെ വന്നാൽ മതി കേട്ടോ. നോക്കി കണ്ടൊക്കെ വരണം. കുട വേണ്ടല്ലോ. പപ്പയോടെ വരുമ്പോൾ കാണുവേ നിങ്ങളെ, അല്ല നിന്നെ. ആ അപ്പം അങ്ങോട്ട് താഴെ ഇറങ്ങി വരുമ്പോൾ, കൊച്ചിനെ ഇറങ്ങി വരുമ്പോൾ അവിടെ കാണുമായിരിക്കും എന്ന്. നേരത്തെ അല്ല നീ ഇന്ന് പോന്നേ? ഇത് ഈ ചെരുപ്പാണ് ഇടുന്നേ? വെറുതെ ചെരുപ്പിന് വലിച്ചു തോന്നുന്നൊക്കെ ഇട്ടുകൊണ്ട് പോവും. നാരായണയുടെ ഇപ്പോഴാണ് പോകാൻ വേണ്ടി ഗൂഗിൾ പറയുന്നത്. ഒരുത്തി ഇവിടെ എന്ത് കാണിക്കാന്ന് ആർക്കറിയാം. എൻ്റെ അമ്മ ഇവിടെ ഇല്ല. ഈശ്വരാതെ പോയി മുങ്ങി. ശംഭു എന്നെ എടുക്കുവാ? വേണ്ട. അതിലെ കൂടെ തന്നെ ചാടുള്ളൂ. ഒന്ന് തൂപ്പിക്കാൻ സമ്മതിക്കണ്ട എന്നെ കൊണ്ട്. ആദ്യം ഇറങ്ങിയല്ലോ അപ്പൻ. അയ്യോ, ഇങ്ങനെ ഓരോ ആൾക്കാരുടെ കൂട് തകർത്തോണ്ടിരിക്കും. ചുമ്മാ വീട് നല്ലതായിട്ട് പണിയാത്ത. ഇവിടെ മനുഷ്യന് ചിലന്തിയുടെ വല പോലും കളയില്ല. ഈ കർമ്മം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് കിട്ടും. നമ്മളതിൻ്റെ കൂടെ കുറേ കളയും, നമുക്ക് നല്ല ഗുണം ഉണ്ടാകത്തില്ല അല്ലേ? ദേ നിങ്ങൾ രണ്ടും അത്ര സെറ്റല്ല. അവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ, ചങ്കാരനാണെങ്കിലും പാക്കാരനാണേലും. പൊക്കോ പോയി അവനെ ചിരണ്ടാൻ നിൽക്കും, അവനിട്ട് ഓടിക്കുകയും ചെയ്യും. അവനെ കെട്ടിയിട്ടൊന്നും വിചാരിക്കണ്ട. എടാ സിംബ, നീ അവനെ കണ്ടോ? കോഴിയൊന്നും അങ്ങോട്ട് അടുപ്പിക്കത്തൊന്നുമില്ല പുള്ളി.
എവിടെ ബസ് മെയിൻ റോഡിൽ കൂടെ അടി പോകുന്നത്, ഇതിലെ വരത്തില്ല. ആരുമില്ല, വാ 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 വാ. ചേച്ചി എന്താ ആരാ നോക്കുന്നേ? ബിൻചേച്ചി മതിയോ? ബീച്ചേട്ടനാണ്. ബീച്ചേട്ടൻ അതെ അതെ നോക്ക് ഞാൻ പറയട്ടെ. ആ പറ, ഇവിടെ വന്നിക്ക് അപ്പല്ലേ കാണത്തുള്ളൂ. ജനിറ്റ് അതേ നിൽക്കുന്നു, കണ്ണ് തുറന്ന് നോക്ക്. എന്താ ഉണ്ടാക്കിയേ? ആ ഉണ്ടാക്കി അപ്പം മതിയോ? പുട്ടാണ്, പുട്ട് ഉണ്ടാക്കാൻ പോവാന്ന്. പുട്ട് കറിനാ? അതറിയത്തില്ല. പുട്ടാണോ? കറിനാ? കറിയൊന്നും അറിയത്തില്ലടി. പഴം മതിയോ? മതിയോ? മതി. ചേച്ചിയുടെ പോവാ? ഒരു കല്യാണത്തിന് പോവാ. ആരെല്ലാണോ? അഞ്ജുന്റെ അമ്മാവന്റെ മോന്റെ. എന്താ എന്താ ചേച്ചിയുടെ മോളില നല്ല മതിയോ? ഏതാ അഞ്ചു? അഞ്ചു വരത്തില്ല, മറ്റേ കുഞ്ഞുമാവയില്ലായിരുന്നു, മറ്റേ ഹൈദരാബാദുള്ള. അപ്പടെ കുട്ടു ഫ്രണ്ട് അല്ല. പിന്നെ ഓ നിനക്കറിയത്തില്ല. രാജേട്ടന്റെ ഫ്രണ്ട് അപ്പടെ രാജേട്ടൻ്റെ അടുത്ത കൊച്ചില്ലേ, കുഞ്ഞു കൊച്ച്, അവൻ്റെ അമ്മ. അവന്റെ അമ്മ. എന്താ പിന്നെ വീടിനകം കിടക്കുന്നുണ്ടോ? ഓ ആദ്യം തന്നെ വൃത്തിയാക്കട്ടെ, എന്നിട്ട് ഞാൻ അടുക്കളയോട് പോകുന്നുണ്ട്. വീട്ടിൽ പുട്ടണോ? ആരാണി പോയടി? ആരാണിയല്ലോ പോയി കാണുന്നു. നീ താമസിച്ചില്ലേ? സ്കൂൾ ബസ്സേ പോയി. ആ ബിജിയമ്മേ ഇവിടെ എന്താ ഉണ്ടാക്കിയേ? കറിനാ? കറി കടല, കടലക്കറി. എന്നാ കഴിച്ചേ? എന്നാടാ കഴിച്ചേ? ചോറ്. ചോറാടി? അതാ. പുട്ടാണോ? കറിനാ? കടലക്കറി. കടലക്കറി. പൊക്കോട്ടെ പൊക്കോട്ടെ. നാളെ കാണാതെ. അവന് തൂക്കുന്ന അത് ആരാണേലും അതെ. ചില ബിഞ്ചേച്ചന് വിട്ട് പുട്ടോ കളിക്കറിയും മതിയോ? 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 നീന്തിനെ തൂത്തേ? അപ്പൊ എന്റെ ബസ് വീട് ചേട്ടനുണ്ടോ? പണിയാ. എന്ത് പണിയാ? ഇത് എന്താ ഉണ്ടാക്കുക, പലഹാരങ്ങൾ ഉണ്ടാക്കുക. എന്താ എന്ത് പലഹാരം? അതറിയത്തില്ല. ബോണ്ട, പരിപ്പട, പിന്നെ മീന്, മീനൊന്നുമില്ല. പഴംപൊരി. ആ പഴംപൊരിയൊക്കെ ഉണ്ട്, ബോണ്ട ഉണ്ട്, പഴംപൊരി ഉണ്ട്. ഇന്നത്തെ മീൻ നോക്കില്ലേ? ആരാ നിൽക്കുന്നത്? ഞായറാഴ്ച ചേച്ചി. നിങ്ങൾ പോയില്ലേ? നോക്കാം. വണ്ടിയില്ലേ നിങ്ങളെ? ആരാണ് പോയിട്ട് പോവാം. വണ്ടി നാരായണ പോട്ടെ, നീ ഇവിടെ വന്നു. ഇക്കിളെടുക്കുന്ന കാര്യം മറന്നിരിക്കുമായിരുന്നേ. എനിക്കൊരു ഒറിജിനൽ ഇക്കിൾ വന്നു, അപ്പോൾ പിന്നെ തുടങ്ങി വീണ്ടും. മീൻ വണ്ടി വരുന്നുണ്ട്, മീൻ വണ്ടി. ആ ഒറിജിനൽ ആഗോലി. അവളെ
ഉണ്ടാക്കിയേ ഇന്ന് അപ്പം കിഴങ്ങേറി ആ മതിയോ? മതി. അതെയോ പിന്നെ കടുങ്കാപ്പി കടിഞ്ചായ പിന്നെ ഇന്ന് കപ്പ ഉപയോഗിക്കുന്നുണ്ട് ഇത് നല്ല അയലുള്ളത് കപ്പ ഉപയോഗിക്കുന്നു അപ്പാണോ കപ്പ ഇവിടെ എന്താ വേപ്പാക്ക നല്ല കപ്പ ഉപയോഗിക്കുന്നു ഞാൻ പറഞ്ഞേ ഇന്ന് വേപ്പാക്ക അപ്പം മതിയോ? നല്ല മുട്ടയില്ല നല്ല നാടനായല്ലേ അതുകൊണ്ടാ ഇവിടെ എന്താ ഉണ്ടാക്കിയേ? അപ്പോൾ കടലക്കറി. അപ്പോ ഉണ്ടോ ഞാൻ പറഞ്ഞ അടുത്ത മേടിച്ചാൽ മീനിൻ്റെ വരവ് ഇങ്ങനെയൊക്കെ എന്താ ബസ് ഉണ്ടാവാത്തെ? അങ്ങനെ എനിക്ക് അങ്ങോട്ടൊന്ന് പോകണം, അതാ. ബസ് എന്ത് ബസ് നിന്റെ വരാറായില്ലടി, നിന്റെ ബസ് ഇപ്പം വരും. ഇത് വന്നു. വേണ്ട ഇത് ആഗോലിയാന്ന് പറഞ്ഞ് കൊടുക്കുമോ? ഇത് ആവൂലിയാന്ന് പറഞ്ഞ് മോന് കൊടുക്കുന്നുണ്ടോ പിന്നെ കളറാണ് നാനും അവിക്കുന്നത് അടുത്തിട്ട് മേടിച്ച് നല്ലപോലെ കൂട്ടാം. നല്ലപോലെ രാവിലെ 500 ചിലവഴിക്കുമോ? കൽപ്പാപ്പറമ്പിലെ സാറ് 3-4 രൂപയ്ക്ക് പറയുന്നുണ്ട്, അതാ എടുത്ത്. ചെറിയൊരു മൂടല് ഏകദേശം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ഒന്ന് സുന്ദരത്തിയുടെ ശമ്പവിയുടെ ബുക്കാണ് കൊടുത്തു വിട്ട് കുത്തി വരച്ച് പുതിയ ഒരെണ്ണം കൊടുത്തു വിട്ട് ഇത്രയൊക്കെ പ്രതീക്ഷ മതി ഞങ്ങൾക്ക്. നമ്മൾ ആദ്യമായിട്ടല്ലേ, പിന്നെ ശരിയായിരിക്കാം. ഇന്നലെ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു, ശാമ്പവിയുടെ സ്കൂളിൽ തെറാപ്പിയുടെ അസസ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ എന്താ പറയുക, എന്നൊക്കെ വേണം, അവൾക്ക് ഫിസിയോതെറാപ്പിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവളുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് ഇവളെക്കുറിച്ചെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഫിസിയോതെറാപ്പി മാത്രം പോരാ, ഒക്യുപ്പേഷൻ തെറാപ്പി വേണം, അങ്ങനെ കുറേ ഉണ്ട്. എന്തൊക്കെയോ സംഭവങ്ങൾ പറഞ്ഞു, എനിക്കത് കുറിച്ചൊക്കെ മനസ്സിലായി. എൻ്റെ പേരൊന്നും അത്രയ്ക്ക് വിശദമായിട്ടൊന്നും എനിക്കറിയത്തില്ല എന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഇവള് എന്താ പറയുക, ഇവളെ ഇപ്പോൾ ഈ പിടിവാശി, പിന്നെ ഒരു സംഭവങ്ങൾ വേണമെന്ന് വെച്ചാൽ അത് തന്നെ വേണം. അതിപ്പോൾ അതിനേക്കാൾ ഇഷ്ടമുള്ള സംഭവം ഒക്കെ കൊടുത്തെന്ന് പറഞ്ഞാലും അവൾക്കത് തന്നെ മതി. അതുപോലെ നെറ്റൊക്കെ താമസിക്കുമ്പോൾ നടന്ന കാറ്, അതൊന്നും താമസിക്കാൻ പറ്റില്ല, എല്ലാം പെട്ടെന്ന് വേണം. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങണം, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനുള്ള എന്താ പറയുക, അതൊക്കെ മാറാനുള്ള ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ചെയ്യണം. ഇനി അസസ്മെൻറ്റ് കഴിഞ്ഞു, ഇനിയിപ്പം എന്താ അവളുടെ ട്രെയിനിങ് ആണുള്ളത്. അല്ല ശരിയായി വരട്ടെ. ഇഷ്ടമുള്ള മീനുണ്ട്, നിന്നതല്ലേ ഇത് കിരിയാനല്ലേ? ശരിയല്ല, അയലപ്പുഴുവ, കൊഴിയാള എന്ന് പറയും. പടിഞ്ഞാറെല്ലാം കൊഴിയാള, വള്ളക്കാരും കൊഴിയാള.
ആശുപത്രിയിൽ പറയണ്ട, ഞാൻ ആശുപത്രി രാവിലെ കണ്ണടിക്കാൻ പോണ്ടേ. ഷോ ഞാൻ ഇനി എപ്പോഴാ വരുന്നത് വെച്ചാണോ? വൈകിട്ടേ വരുള്ളൂ. അയ്യോ, ഇന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിച്ചാൽ ഇന്നിപ്പോൾ പോകുന്നില്ല. അവിടെ മുണ്ടക്കത്ത് ഇത് കാക്കെല്ലാം കൂടെ തന്നെ കാറുന്നേ. ഇല്ല, കാക്കയെല്ലാം കൂടെ കിടന്ന് കാറുന്നത്. മുണ്ടക്കയത്ത് പോകുന്നുള്ളൂ. ഇന്ന് കാഞ്ഞിരപ്പള്ളി പോകാം. ഇന്ന് മുണ്ടക്കയത്ത് പോകുന്നുള്ളൂ, കാഞ്ഞിരപ്പള്ളി പോകുന്നില്ല. അവൻ്റെ അഭാവത്താൽ ചേട്ടാ ഇവിടെ മീൻ വെട്ടുന്നു. ഇത്ര മീനൊക്കെ മേടിച്ചോണ്ട് വന്ന് കഴിയുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ്? ഇല്ല, എനിക്ക് ആ മീൻ വെട്ടാൻ അറിയത്തില്ലാത്തത് കൊണ്ടാണ്. എനിക്കറിയത്തില്ല. പുതിയ കത്രിക അതെനിക്ക് എൻ്റെ ഇതാ കത്രിക ഒരെണ്ണം മേടിക്കാതെ കൂട്ടല്ലേ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടപ്പോൾ ഓർത്താ. അത്രയും കേറ്റരുത്. എനിക്ക് അയല ഓക്കെ, പക്ഷെ ഇതെനിക്കറിയത്തില്ല. പരിശ്രമിക്കണോ? വെള്ളം എവിടെ പോയതാണ് ചേട്ടാ? കുറേ നേരത്തെ പോയല്ലോ. എവിടെ പോയതാ? പറഞ്ഞിട്ടൊക്കെ പോകണം, പറഞ്ഞിട്ടേ പോകാവൂ. അടുപ്പിക്കത്ത് അങ്ങോട്ട് തള്ളി വെച്ച് കുറച്ച് മതി. വെള്ളം ഇടണേ ചേട്ടാ. വെള്ളം കൊണ്ടിടണേ. അതിനകത്ത് വേവിക്കപ്പ മാത്രം തരാമോ? ആ മീനകത്ത് കിട്ടും. മീനോ? ഞാൻ തന്നെ മീൻ ആദ്യം മേടിക്കുക. നോണ് കഴിക്കാൻ 1/2 കിലോ മതി പുള്ളി സമ്മതിക്കുന്നില്ല. 1 കിലോ എടുത്ത് തന്നാ എനിക്ക്. നോണ് കഴിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര നാളല്ലേ ഉള്ളൂ. അതിന് മുന്നേ എല്ലാം മത്തി ആയാലും പരിപാടിയുള്ള കിളി അതിനെപ്പുറത്തൊന്നും കഴിച്ചിട്ടില്ല നേരത്തെ. വീട്ടിലും അയ്യോ വീട്ടിലാണേലും അയല, മത്തി, കിളി, വലിയ മീൻ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ മേടിച്ചിട്ട് അങ്ങനെ വലിയ മീൻ്റെ പരിപാടിയൊന്നുമില്ല. നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് കുഞ്ഞമ്മയുടെ അടുത്ത് പോകുമ്പോൾ അവിടെ വലിയ മീനല്ല വേറൊന്നും മേടിക്കത്തുമില്ല. അങ്ങനെയാണ് ഞാൻ വലിയ മീൻ കഴിക്കുന്നത്. വീട്ടിലാർക്കും അങ്ങനെ വലിയ മീനും ഒരു ഇതുപോലെയാണ് എല്ലാവർക്കും. എപ്പോഴും മത്തി, അയല, കിളി. മത്തി എപ്പോഴും അയല പോലും കുറവാണ്. നമ്മ അയലയുടെ ആളാണ്. ആമള പിന്നെ ഉണക്കമീൻ കൂട്ടത്തുമില്ലാത്ത ആളായിരുന്നു. ചുമ്മാ പോലും കുറച്ച് കറിയും കൂടെ വെക്കണം. നടന്നില്ല. കൂടിപ്പോയോ ചേട്ടാ? ഓ എത്ര കൂടിയാലും എത്ര അത്രയും പറഞ്ഞപ്പോൾ ഞാൻ കാരൊക്കെ ഇവിടെ
അത്രയും പറഞ്ഞപ്പോൾ ഞാൻ തളർന്നു. ഇപ്പം രണ്ടാമത്തെ മേക്കപ്പ് ആയത്. ഇവിടെയൊക്കെ കിടക്കും. അങ്ങനെ ഓക്കെ. ചെറിയ ചാറ്റമഴ. ഇന്നലെ ബസ് ഇച്ചിരി നേരത്തെ വന്നായിരുന്നു. ഇന്നും അതൊക്കെ പിള്ളേരൊക്കെ കുറവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ വരും, അല്ലെങ്കിൽ താമസിക്കും. ഈ പറമ്പിലെ കാടാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് മൊത്തം നിൽക്കുന്നത്. ആ കാട് ഇവിടെ വെട്ടിത്തെളിച്ച് വരുമ്പോഴത്തേനും മിക്കവാറും പാമ്പുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും. അതിപ്പം എല്ലാ വർഷവും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളവിടെ പാമ്പിനെ കാണുന്നതാണ്. ഇവിടെ നിന്ന് പയ്യെ അങ്ങോട്ട് വരും. ഈ പ്രാവശ്യം ഇപ്പം വെട്ടിക്കഴിയുമ്പോഴത്തേനും പിന്നെ കുറയും. കഴിയുമ്പം അന്നേരം വല്ലതൊക്കെ ചിലപ്പോൾ കയറിയിട്ട് വരും. മരുന്നൊക്കെ അടിക്കും ചിലപ്പോൾ. അപ്പുറത്ത് നിന്നാലും ഒരു മരുന്നടിച്ച് കളനാശിനി അടിച്ചു ഒരു പ്രാവശ്യം ഇവിടെ പണ്ട്, ഒത്തിരി കാലം മുമ്പാണ്. അന്ന് ഒരുപാട് പാമ്പുകളെ നമ്മുടെ അവിടെ വന്നായിരുന്നു. കാരണം ഈ കാടിനകത്ത് ഇവിടെ പിന്നെ നിൽക്കാൻ പറ്റാതെ. ഇപ്പോൾ ഒന്നും അങ്ങനെയില്ല. ഇപ്പോൾ ഒരു മൂർഖനെ ഇന്ന് കണ്ടെങ്കിൽ പിന്നെ ഇനി 6 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണുന്നത്. എപ്പോഴും ഒന്നും കാണുകയില്ല. ആളുകളപ്പോൾ ഓർക്കും നമ്മൾ ചിലപ്പോൾ കൊല്ലുകയൊക്കെ ചെയ്തില്ലേ എല്ലാവരും പാമ്പിനെ. കൊന്നുകൊണ്ടായിരിക്കും പിന്നെ വരാത്തതെന്ന് നോക്കും. കൊന്നാലും കൊന്നില്ലെങ്കിലും ഇത് പിന്നെ വരുമൊന്നുമില്ല. ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ഭാഗത്തൊക്കെ കാണുന്നത്. അതിനിടയ്ക്ക് ഒരു പ്രാവശ്യമായിരിക്കും നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് ഇത് അവിടെ നിന്ന് വിട്ടുപോകും, പിന്നെ കാണുകയില്ല. പക്ഷേ ഈ പറമ്പ് ഇപ്പം തെളിച്ച പറമ്പിനകത്തൊക്കെ സ്ഥിരമായിട്ട് താമസമുള്ള പാമ്പുകളുണ്ട്. അതൊന്നും നമ്മളങ്ങനെ നമ്മുടെ മുമ്പിൽ വരാറില്ല. ജയനാരായണൻ കൂടെ വന്നിട്ട് അവിടെ അതെ വന്നു. അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. രണ്ട് പൈസയ്ക്ക് 4 പൈസ കണ്ടപ്പോൾ എന്റെ വീട്ടിൽ എന്നാ ഉണ്ടാക്കിയത്. ഇപ്പൊ കണ്ണ ചോദിക്കുക എന്നതാ ജനിച്ചാടെ വീട്ടിൽ ഉണ്ടാക്കിയത്. ഇന്നലെ അല്ലേ മിനിഞ്ഞാന്ന് ഇവിടെ വെച്ച്. ഇവിടുത്തെ
രാവിലെ പുട്ടുണ്ടാക്കിയായിരുന്നോ? അമ്പലത്തിലൊന്നും അല്ല, ഞാൻ വീട്ടിലൂടെ പോവാ. പൊടി ആരും എടുക്കത്തില്ല. അരി വെക്കണ്ടോ? നീ അരി എടുക്ക പറ്റുമോ? അമ്മ അമ്മ അച്ഛൻ വീട്ടിലുണ്ട്. അച്ഛന്റെ പേരും ബിജു. വീട്ടിലുണ്ട്. വീട്ടിൽ പോവാണോ? ആ അപ്പ ബിജുവാ വീട്ടിലുണ്ട്. കാണിക്കാം, അവിടെ ചെല്ലട്ടെ. അവളെ ജനിത ചേച്ചിന്ന് വിളിക്കും, അച്ഛനാ ബിജു എന്ന് വിളിക്കും. മുടിയുള്ള കൊച്ചോ? അത് കിട്ടിയപ്പോഴേ മറന്നു. രാവിലെ അങ്ങോട്ട് പറഞ്ഞിട്ടാ പോയെന്ന് തോന്നുന്നു. മറന്നുപോയതാ, വർത്താനം പറഞ്ഞങ്ങ് പോയി. അപ്പഴ ഭാഗ്യ നോക്കട്ടെ. വാ ഇതാരാ തരുന്ന ചോദിച്ചേ. എടുക്കാൻ നിങ്ങളോട് ഒപ്പില്ല, അതിന്റെ മഞ്ഞ കണ്ടു. ഇത് തന്നെ. ആ ഇങ്ങനെ നിന്ന ഒരാഴ്ചയൊക്കെ നിൽക്കും. നമ്മൾ ഒടിച്ചു വെച്ചപ്പോൾ തുടങ്ങിയ പേരെടുത്തില്ല എനിക്ക്. സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത്. ഞായറാഴ്ച കഴിച്ചത് ചോറും മോരുകറിയും. നല്ല മൂത്ത് മുരടിച്ചോ.
ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ ഒരെണ്ണം പഴുത്ത് കിടപ്പുണ്ട്. അത് പോയി. വേറെ ഒന്നും ഇപ്പം ഉണ്ടായിരുന്നല്ലോ. ഉണ്ടല്ലോ, പറിച്ച് തരും. അല്ല അതിന് മുമ്പാ പറിച്ചായിരുന്നത്. ഇത് ഏതുകൊണ്ടാണ് ഉണ്ടാകുന്നത്? എവിടെ? ഈ നടുക്കത്തെ ചെറുത് കണ്ടോ? അതെ, താഴെ നിൽക്കുന്നു ഒരെണ്ണം. ആ ഇത് ഒന്നിച്ച് കൊലച്ചതിലെ പ്രയോജനമുള്ളൂ. ആ അത്രേ ഉള്ളൂ. ഇത് പിന്നെ കഴിക്കുന്ന സംഭവമൊന്നും അല്ലല്ലേ? ഉണ്ട് അത്യാവശ്യം. എന്നാലും ഷേക്ക് ഷേക്ക് മധുരം ഇടണം കുറച്ച്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെന്ന് അവല് അത് രാവിലെ ഒരാഴ്ച എടുക്കൂല്ലോ ഒരു പുല്ല് വെട്ടി വെട്ടി മണ്ട ചെത്തുക. നീ എത്ര പ്രാവശ്യം പറയണോ? മുടി കെട്ടി തന്നെ മുടി കെട്ടി തന്നാരാണ്. തന്നെയാണല്ലേ അമ്മ അവൻ ജെറുസേട്ടൻ്റെ ക്ലാസ് ഉണ്ടോ? ഇല്ല വേണേ വീട്ടിൽ ചുമ്മാ ജെറുസേട്ടൻ ഇല്ലേ? ഒരു സെക്കൻഡ് പോലും മിണ്ടായിരിക്കുമല്ലോ നീ. ഒരു ഗ്യാപ്പ് കൊടുത്തേ ശാലോ ഒന്ന് ആലോചിച്ച്. ഇപ്പൊ ചോറ് കളിക്കാനല്ലേ? ആ അങ്ങനെ സൈഡിലോട്ട് നിൽക്കും. സൈഡിൽ നിൽക്കും. വണ്ടി പോട്ടെ. മാറി നിൽക്കും. തക്കാളിക്കറിയും കപ്പളക്കാത്തോ മതിയോ? അനങ്ങാതെ നിൽക്കുക. എന്നിട്ട് മലവീട്ടിന് അതിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് അത് കണ്ടത്. ഉടനെ പാടായിരുന്നു. തന്നെയല്ലേ തലയ്ക്ക് അത് നെറ്റിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആ ഒരു വേദന. അവൾക്ക് പൂവൊന്നും ഇഷ്ടമല്ല. താല്പര്യമില്ല. അവൾക്ക് സ്കൂട്ടർ ടയറും എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കണം. എടുത്ത് കിടക്കും. ബെഡ്ഷീറ്റ് കിടത്തിയിട്ട് ബെഡ്ഷീറ്റ് അരി കിട്ടിട്ടില്ലേ? അപ്പോൾ ആൾക്കാർ നിൽക്കും. ബെഡ്ഷീറ്റോട് കൂടി എന്നിട്ട് അത് കുഴപ്പമില്ല. ഇവിടെ കുഴപ്പമില്ല. ഇപ്പൊ തുടങ്ങും. വിളക്ക് എത്തിച്ചില്ലെന്ന്. ചോദിക്കാൻ ഒരാൾ വേണ്ട. ആ പറഞ്ഞു പറഞ്ഞു ആ പറഞ്ഞു. അതല്ല, പേര് മറന്നുപോയി. കടപ്പേ കടപ്പേ അതിനില്ലാത്തേ. വിളിച്ചില്ലല്ലോ. ഇത് മറ്റേ ഹലോ ഹലോ വിളിച്ചില്ലെന്ന്. ഹലോ ഞാനാണേ ഞാനാണ് ഞാനാണ്. എന്താ ഉണ്ടാക്കിയേ? എന്താ ഉണ്ടാക്കിയേ? എന്നെ ഉണ്ടാക്കിയ ഒന്നും ഉണ്ടാക്കി ഇടിയപ്പാണോ? ഇടിയപ്പം ഇല്ല. അച്ഛനെന്തേ? അച്ഛൻ
ചോറ് ചോറുണ്ട്. കറിയോ? കറി മീനുണ്ട്. മീൻ വറുത്തില്ല, കറി വെച്ചതാ. എന്റെ പാത്രമോ? എന്റെ പൊന്നോ, ഇന്നലെ പോയപ്പോ ഇല്ലേ ഈ കറി കൊണ്ടുപോയിട്ട് ചെറിയൊരു അടപ്പ് പാത്രം പോകാതിരിക്കും. അതെല്ലാരോടും വിളിച്ചു പറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. അതിനാ കറി കൊണ്ടുപോയി. ഇന്ന് അതിലാ കറി കൊണ്ടുപോയി. വാ പോവാം. അതെ, ഫോൺ വന്നു. ഇല്ലടി ബിനിയമ്മ ചോദിച്ചാണ്. നേരെ കയറിപ്പോ ഇത് നേരെ വിളിക്കുന്നു അങ്ങോട്ട് ചെല്ല. ഇതാരുടെ നനച്ചില്ലത്? വിടല്ലേ? അയ്യോ കേറി പോവല്ലടാ, അയ്യോ പോവല്ലടാ. വേണ്ട ചെറി, സന്തോഷായോ? എന്താ കഴിച്ചേ? നീ എന്താ കഴിച്ചേ? തോന്നുണ്ടോ? തോന്നൻ ശരി. പോവല്ലടാ, നിക്കടാ, എടാ പോവല്ലടാ. ഇത് പുറകുണ്ട്, പുറകിലും രണ്ടെണ്ണം അല്ല. എനിക്കാണോ വെക്കുന്നത്? നമുക്ക് വെച്ചാ പോരെ. ഒരു സാധാരണ ഇങ്ങോട്ട് നോക്കേ, അങ്ങോട്ട് നോക്ക്. ഓഫ് ചെയ്യാൻ ജയമ വെച്ച് നോക്ക്. ആ പട്ടി അറിഞ്ഞ് നമ്മൾ വരുന്നത്. ആ കുറച്ച് അല്ല മണോ ശബ്ദം. ഇന്ന് ഇവിടെ ഒരു സ്കൂട്ടർ വന്നിട്ട്, ഒരു ബൈക്ക് വന്നിട്ട് പോയടി. ഒരു ബൈക്ക് വന്നിട്ട് പോയി ഉച്ചയ്ക്ക്. നീ തുറക്കണ്ട, ഞാൻ തുറക്കാം. അങ്ങനൊന്നുമല്ല തുറക്കുന്നത്. യെസ് ഇല്ല, വെള്ളം വെച്ചിട്ടേ ഉള്ളൂ, തിളച്ചില്ല. ഇപ്പം തിളച്ച് കാണും. ലൈറ്റ് ഇടറി, ഞാൻ പോയി. ലൈറ്റ് ഇടറി, ലൈറ്റ് ഇടറി. ഓക്കെ ഗൂഗിൾ, ലൈറ്റ് ഓൺ. ബാ
ജയ ആയിരിക്കും. എന്നാ എടുത്ത് നെയിം സ്ലിപ്പ്. നെയിം സ്ലിപ്പ് എവിടെ കിടന്ന് കിട്ടിയെന്നറിയോ? ഞാൻ തൂത്ത് വാരിയപ്പോ ആ ഡെസ്കിന്റെ അടിയിൽ കിടന്ന് കിട്ടി. ആ അതായത് ഇത് അവിടെ നിൽക്കുക താത്ത് പോയി പൊക്ക. നമുക്ക് വെച്ചാണോ കുറ്റായിപ്പോയെ? തണുത്ത് കൊച്ചിൻ്റെ നോക്കടി ഒരു എട്ടുകാലി ഉണ്ട് അത് ഒരെണ്ണം അവിടെ കിടക്കണം. അത് അന്ന് മേടിച്ചാ പറയും. ഓ പറയടി എന്റെ പൊന്നെ വയ്യ. ഒന്നും കൊണ്ടില്ല. അമ്മനൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൽ